ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് വേറെ ഒന്നുമല്ല. ഇന്ന് എന്തൊക്കെ വന്നു, പിന്നെ ഒരു ചെറിയൊരു പാക്ക് ഓപ്പണിങ്ങും കൂടി കേട്ടാ. നമ്മൾ കറക്കണം വിചാരിക്കുന്നുണ്ട്, പിന്നീട് കറക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഞായറാഴ്ച കറക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വേണ്ട വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ വന്നു, പിന്നെ ചെറിയൊരു പാക്ക് ഓപ്പണിങ് കൂടിയാണ് ഇന്നത്തേത്. അപ്പോൾ അപ്ഡേറ്റ് ഉണ്ട്, അത് എല്ലാവരും ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇന്ന് എന്തൊക്കെ വന്നു എല്ലാവരും അറിയാൻ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. കാണിച്ചിട്ട് ഗൈസ് ഇന്ന് എന്തൊക്കെ വന്നു നോക്കാം. ഓ വരുന്നില്ല, വെയിറ്റിംഗ് ആണ്. ടൈം കൂടാ എത്തിൻ്റെ ആളെത്തിണ്ട് ഒരാൾ. ഓ ഗൈസ്, ഇന്ന് വന്നത് ഇത് എന്തിനുള്ള പരിപാടി അറിയോ? റുമണിങ്ങാട്ടോ വന്ന് റുമണിങ്ങും മത്താവൂസും അൽവാരസ് എൻസോയുമാണ് വന്നുള്ളത്. ഇതൊക്കെ ആരെ കിട്ടിയാലും പൊളിയാണ്. ഇതെന്തിനാണ് വന്നത്? ഈ കഴിഞ്ഞ ആഴ്ച തൊട്ട് ഈ ആഴ്ച വരെ നല്ല ബെസ്റ്റ് പാക്കുകൾ രണ്ടും കൊണ്ടുവന്ന്. ഇപ്പം എല്ലാവരും അതിലൊക്കെ പൊട്ടിക്കുമല്ലോ, അപ്പോൾ ഒരു കോയിൻ സെയിലും കൂടി വരാൻ സാധ്യതയുണ്ട്. കറക്കിയാലോ ഇപ്പം തന്നെ? ഇത് കറക്കാൻ തോന്നുന്നു ഗൈസ്. ഇതിൽ കറക്കണോ? ഞാൻ മറ്റേൽ കറക്കാനുള്ള രീതിയിൽ തന്നെയാണ് വന്നത്. ഇതിൽ നമ്മളെ വെൻ്റെയിൽ ചെക്കിലേൽ, പക്ഷേ ഇങ്ങനത്തെ ഒരു പാക്കും കൂടി കണ്ടപ്പോൾ ഇതിൽ തീർക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൽ 200 ആളുണ്ട്, പ്രോബബിലിറ്റി കുറയുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്നാലും ലാഭമാണ്, എന്നാലും ലാഭമായിട്ടില്ലേനോ നല്ല രീതിയിലാണ്. സ്പീഡുള്ളത് ആദ്യം നമുക്ക് ഇതൊക്കെ നോക്കാം. ഇന്ന് എന്തൊക്കെയാണ് വന്നു നോക്കാം, ഞാൻ ഇതിൽ പറഞ്ഞുതരാം. ആദ്യം തീർക്കുന്നു കോൺട്രാക്ട് ഗൈസ്. ഒരു പാക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പാക്സിൽ ബെക്കംബോൾ വന്നിട്ടുണ്ട്, ഫ്രാൻസ് ബെക്കംബോൾ 1990 കോച്ച് കാർഡാണ്. 750 കോയിൻ കൊടുത്ത് ലിങ്കപ്പാണ്. വേണ്ടവരോട് എടുക്കുക. ലോങ് ബോൾ കൗണ്ടറും ഉണ്ട്, ലോങ് ബോളും ഉണ്ട്. പിന്നെ ലിങ്കപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മളെ സെൻട്രൽ മിഡിൽ ഫീൽഡറിനായിട്ട് ആരായാലും മതി. ബോക്സ് ടു ബോക്സിൻ്റെ സെൻട്രൽ മിഡിൽ ഫീൽഡറും ഗോൾ പോച്ചറിന് ഒരു സെൻട്രൽ ഫോർവേഡുമാണ് വേണ്ടത് കേട്ടോ. ഇത് നമുക്ക് പറ്റിയത്. അപ്പോൾ ഇവിടെ അല്ലേ വന്ന റുമൈനിങ് അതിൽ ആരെ കിട്ടിയാൽ മതി, അതിൽ എൻസോനും കൂടി കിട്ടിയാൽ മതി, ലാഭമാണ്. ഓരോ 3 നാൾ കൊണ്ടും വേണ്ടവരെന്നെ എടുക്കുക. പിന്നെ നമ്മൾ സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇത് ഈ എൻസോയും ഇവനും ബോക്സ് ടു ബോക്സ് ആവാൻ സാധ്യതതാ. ആ ബെക്കംബോറിൻ്റെ കോച്ചിന് പറ്റിയ ബാക്കായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഗൈസ്. ഗോൾ പോച്ചർ അതന്നെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. കറക്കൊണ്ടോരുണ്ട്, കറക്കോളിയില്ല സാധനമാണ്. പ്ലെയർ ഓഫ് ദി വീക്ക് ഗൈസ് നമ്മൾ പറഞ്ഞതല്ലേ വന്നത്. നമ്മൾ എൽഡീസൊക്കെ പറഞ്ഞിരുന്നു. ആ എൽഡീസ് നമ്മൾ പറഞ്ഞ അതേ സാധനം തന്നെ എന്നുള്ളത്. പെഡ്രി എന്തിനാണ് വന്നത്? നിങ്ങൾ ചിലപ്പോൾ പെഡ്രി ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ. പെഡ്രി പറഞ്ഞാൽ സൂപ്പർ സബ് രീതിയിലാണ് വന്നത്. നമ്മൾ ബാസപ്പെടുത്ത് ന്യൂകാസ്റ്റിനായിട്ട് 1-1 സമനില പിടിച്ചല്ലോ. സമനില പിടിച്ചപ്പോൾ പെഡ്രി സൂപ്പർ സബായിട്ട് വന്നിട്ട് ഒരു അസിസ്റ്റ് ലാമിയമാരുടെ ന്യൂകാസ്റ്റിനുള്ള അല്ല വേറെ ആരായിട്ട് കളിച്ചപ്പോൾ ഒരു സൂപ്പർ സബായിട്ട് വന്നിട്ട് പെഡ്രിൻ്റെ ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മർമൂഷ ലോങ് റേഞ്ച് കോളർ അറിയാലൊക്കെ എണ്ണാണ്, ഗോൾ പോച്ചർ കാർഡാണ്. അപ്പോൾ പ്ലെയർ ഓഫ് ദി വീക്ക് സ്പേസ്മെൻ ഉണ്ടാവും. ആരെ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ അങ്ങനെയായിട്ടൊന്നും വന്നിട്ടൊന്നും ഇല്ല. വെസ്റ്റ് ഡെൽപിയർ പോകേണ്ടതല്ല ഇന്ന്, തിങ്കളാഴ്ച പോകേണ്ടത് ചെക്കല്ലേ. ഒന്നിന്ന് പോഞ്ഞ് ഇനി ഒരാഴ്ച കൂടി ഉണ്ടോ? നമ്മളൊക്കെ ആണ് 2 പാക്കും ഇല്ല. 2 ആഴ്ചക്കൊക്കെ വന്നാണല്ലോ ഡെൽപിയറിൻ്റെ പാക്ക് ഗൈസ്. ഇതിൽ കറക്കണോ അതിൽ കറങ്ങണമെന്നുണ്ടോട്ടെ. ഞാൻ തരാം അടക്കണേ 500 ഇതിൽ പൊട്ടിക്കാം. മറ്റേ 300 ആയല്ലോ, 100 ആയല്ലോ. ഒരു 100 എനിക്ക് സൺഡേ കിട്ടും. സൺഡേ 100 ആവും. അപ്പോൾ അതിൽ പൊട്ടിക്കാനുള്ള രീതിയിൽ നിൽക്കുകയാണേ. പിന്നെ നമുക്ക് മാച്ച് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൂർണമെൻ്റ് ആണ് കേട്ടോ ഗൈസ്. ഓപ്പൺ ഫസ്റ്റ് ക്വാളിഫയേഴ്സ് അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് സ്റ്റാർട്ടഡ് ആണ്, മറ്റുള്ള 100 കോയിൻ കിട്ടും ഗൈസ്. പിന്നെ പാക്ക് ഓപ്പൺ ചെയ്യാനല്ലേ നല്ലത്.
ഈ പൈസ കൂടിയും കോയിനും കൂടി എടുത്തിട്ട് ഓപ്പൺ ചെയ്യാമല്ലോ അല്ലേ? നല്ല എനിക്ക് വേണം അതാണ് നല്ലത്. പക്ഷേ കുറച്ച് കളി കളിക്കണം, കുറച്ച് കളി കൂടുതൽ കളിച്ചാലേ ഒക്കെ കിട്ടുള്ളൂ ഗൈസ്. ഓ എയിം ഫോർ അറ്റ്ലീസ്റ്റ് 1 പോയിന്റ്. പിന്നെ ഇത് പണിയാണ് ഗൈസ്. നമ്മൾ കറക്കണമൊക്കെ വീഡിയോ ഇടും. അപ്പോൾ ഇന്ന് തന്നെ പാക്ക് ഓപ്പണിങ് ഉണ്ടാവും. ഇന്ന് അല്ലെങ്കിൽ സൺഡേ ആയിട്ട് പാക്ക് ഓപ്പണിങ് വരുന്നതാണ്. പിന്നെ ഇന്ന് വേറെ എന്തെങ്കിലും അതിനായിട്ട് വന്നോ? ഈ പാക്ക് ഓപ്പണിങ് നമ്മൾ ഇപ്പം തന്നെ ഇടൂല. ഇപ്പം നമ്മൾ പാക്ക് ഓപ്പണിങ് ഇല്ല. കുറച്ചും കൂടി കോയിൻ്റെ ഇതുണ്ടല്ലോ, 100ഉം 50 ഒക്കെ കിട്ടാണ്ട്. അതും കൂടി കിട്ടിയതിന് ശേഷം ഇങ്ങനെ ചെയ്താൽ വേണമെങ്കിൽ ലക്ക് ഉണ്ടാവുമല്ലോ. വേണ്ടട്ടോ, അല്ലെങ്കിൽ വേണ്ടപ്പോൾ തന്നെ ചെയ്താലാ. എന്നിട്ട് കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ വറക്കിയാൽ പോരെ? അതല്ല അല്ലേ? ഐ തിങ്ക് ദാറ്റ്സ് ബെറ്റർ. എനിക്ക് കറക്കാം വേണോ? എനിക്ക് കഴിയണില്ല, കറക്കണോ വേണ്ടെന്നുള്ള നിൽക്കണേ. ഇതാകുമ്പോൾ ആ 100 പോയിന്റ് കിട്ടിയ ശേഷം കറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 700 പൊട്ടിക്കാൻ എന്തായാലും. 700ഉം അടുപ്പിച്ച് പൊട്ടിക്കണമെന്നുണ്ട്. വെയിറ്റിംഗ് ചെയ്യാനും കഴിയില്ല. ഇപ്പോൾ 500 പൊട്ടിക്കാം. രാത്രി അല്ലെങ്കിൽ നാളെ നമുക്കൊരു 100 പൊട്ടിക്കാം. സൺഡേ ബാക്കി വേറൊരു 100 കൂടി പൊട്ടിക്കാം. അത് നല്ലത്. നമ്മൾ ചെയ്യാം ഗൈസ്. പാക്ക് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഒരു ട്രിക്കും ഇല്ലാതെ ഒരു 100 കൊടുത്ത്, നോ ട്രിക്ക്. ഫസ്റ്റ് ട്രൈ നമ്മൾ ചാമ്പിട്ടാ. കൊണാമി അല്ലേ ചാമ്പാക്കൂല. കൊണാമിയൊക്കെ നല്ലതാണ്. എനിക്ക് എന്ന് തരണ്ട. ഐ ഹാവ് എ ട്രിക്ക്. ഞാൻ പറഞ്ഞ ട്രിക്ക് എന്താ അറിയോ? ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ വരിക, കോൺട്രാക്ട് എടുക്കുക. ഇല്ല നടന്നാൽ മതിയേനോ. അങ്ങനെ എടുക്കുക, അങ്ങനെ പോയി നോക്കുക. ഏതെങ്കിലും ഒരു നമ്പർ വേണം. 1 to 8 ഉള്ളതിൽ 6. നമുക്ക് സിയോളൊക്കിയിട്ട് 6ാമത്തെ വരി പോവാം. 1 2 3 4 5 6. 6 13 അല്ലേ? ഇത് 3ാമത്തെ ആളെ എടുക്കുക, ബാക്ക് അടിക്കുക, മേലെ പോവുക, വേണ്ട ആളെ തുടങ്ങാം. അല്ലല്ലേ വീട്ടച്ചൊക്കെ തൊടാം. പിന്നെ ഒരു 6 നമ്മൾ പറഞ്ഞിട്ട് 6 നോട്ട് ചെയ്യുക. 1 2 3 4 5 6 ഇട്ടാ ബാക്ക് അടിക്കുക. നമ്മൾ ഡീറ്റെയിൽസ് എടുക്കാം. 1 2 3 4 മതി. എന്നിട്ട് ഇത് നോക്കുക. 1 2 3 4 5 6 കിട്ടുമല്ലേ? ജസ്റ്റ് ട്രൈ. കിട്ടിയാൽ വിളിക്കുന്നുള്ള രീതിയിൽ ഇല്ല ഗൈസ്. കൊണാമി ഇങ്ങനെ ചാമ്പിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളെ കോയം മൊത്തം ചാമ്പണമല്ലോ കൊണാമിക്ക്. അതല്ല കൊണാമിൻ്റെത്. CB ഗൈസ് എപ്പിക്കല്ല, ഹൈലൈറ്റ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഹൈലൈറ്റ് കാർഡല്ലേ? CB ഒക്കെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. കിട്ടിയെന്നൊക്കെ വിചാരിച്ച്. അതായി സ്റ്റാമിന തുടങ്ങാം. എന്നിട്ട് എല്ലാവരും ഒരു വട്ടം തൊടാം. എന്നിട്ട് കറക്കി വെക്കാം. എന്നിട്ട് ആരെങ്കിലും കിട്ടിയാലോ? അതും ലാഭമല്ലേ ഗൈസ്? അതും ലാഭമാണ്. കറക്കി ഭാഗ്യമുണ്ടോ ഇല്ലയോ? CF CB നോക്കുമ്പോൾ CF ഗൈസ്. ഇന്നത്തെ ലാസ്റ്റ് 100, ഇന്നത്തെ അല്ലെങ്കിൽ വേറെ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ള ലാസ്റ്റ് 100 പൊടികരാം. നമുക്ക് കുറേ വട്ടം ഇങ്ങനെ ചെയ്യാം. കുറേ വട്ടം ചെയ്താൽ വേണമെങ്കിൽ കിട്ടും. ഒരു വിശ്വാസം തന്നു കിട്ടിയാൽ മതിയല്ലോ. കാരെ കിട്ടിയാൽ മതി. സ്റ്റാമ്പും ചെക്കുമാണ് ടാർഗറ്റ് എന്നേ ഉള്ളൂ. ഇതുവരെ ഈ കൊല്ലത്തിൽ ഒരു എപ്പിക്കനും കിട്ടിയില്ല. കാനഡനൊക്കെ ഡിസംബർ 31 ആ ടൈമിൽ കിട്ടിയതാ. പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടിയില്ലല്ലോ. കറക്കിട്ടാ ഗൈസ് തന്നിട്ടില്ല. കൊണാമി ഞങ്ങളെ ചാമ്പ്യുണ്ട്. നമ്മൾ ഇനി 200 കൂടി കറക്കും. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. അത്രേ ഉള്ളൂ. സിയോളൊക്കട്ടെ എത്ര അടിച്ചുള്ള പ്ലേയേഴ്സിനൊക്കെ തന്നു നോക്കട്ടെ.
ഗൈസ് പാറമലൻ്റെ തൊട്ട് താഴെയുള്ളൊരു പ്ലെയറിൻ്റെ നോക്കണേ. എൻ്റെ ബേസ് കാർഡ് അങ്ങ് അടിയിലാവുമല്ലോ അല്ലേ. ഒരു 200 കൂടി പൊട്ടിക്കും. കിട്ടുമല്ലോ നമുക്ക് അറിയാം. സ്റ്റാമിന ചെക്കിന് ആരെ കിട്ടിയാലും മതി ഗൈസ്. നമ്മൾ സന്തോഷവാനാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ പോവാണ്. ടാറ്റാ.